ഹായ് ഫ്രണ്ട്സ്, തിരുവനന്തപുരത്ത് അഴിമല എന്ന സ്ഥലത്ത് വന്നിട്ടുള്ളത്. അമ്പലം ഒന്ന് കാണിക്കാം. ശിവന്റെ അമ്പലമാണ് അഴിമല. ശിവന്റെ ജടയില് പാർവതി ദേവി ഇരിക്കുന്നുണ്ട്. त्रिशूल नहीं आ रहा है, सब आ रहा है। हाँ अब आ चलो एक और आगे से। ഇടത് കയ്യിൽ തൃശൂലം ആയിരിക്കുന്നു. കാണേണ്ട തന്നെയാണിത്. നമുക്ക് കാണാൻ പറ്റിയൊരു ഭാഗ്യമായി തോന്നുന്നു. നല്ല കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ വരണം. തിരുവനന്തപുരത്ത് വരുന്നെങ്കിൽ എന്തായാലും ഇവിടെ വരണം. ഈ ശിവന്റെ ലിംഗം പിന്നെ അടിയിലായിട്ട് ഒരുപാട് കൊത്തുപണികളുള്ള ശില്പങ്ങളുണ്ട്. ശിവന്റെയും പാർവതിയുടെയും പിന്നെ ഒരുപാട് ദൈവങ്ങളെ ശില്പങ്ങൾ കുത്തി വെച്ചിട്ടുണ്ട്. അത് പിന്നെ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന്. തൊട്ട് താഴെ കടലാണ്. തൊട്ട് കുറച്ചപ്പുറത്തായിട്ട് വിഴിഞ്ഞ തുറമുഖം. അത് നമുക്ക് ഇവിടുന്ന് പോയി കാണാൻ പറ്റില്ല. ഒരു ഗുഹയാണ്. ഈ ഗുഹയിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കാണാം. തല കുഴിഞ്ഞ് വേണം ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് വേണം നമുക്ക് മറ്റ് വിഗ്രഹങ്ങളൊക്കെ കാണാൻ. വലിയ പ്രതിമയാണ്. വലിയ പ്രതിമ. സർപ്പത്തിന് കഴുത്ത് ചുറ്റിയിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ടാണ് കാണുന്നത്, പക്ഷെ അത് വളരെ വളരെ വലുതാണ്. പാർവതി ദേവി മേളിൽ അത് കണ്ട തിരുമുടിയിൽ ചാഞ്ഞിരിക്കുന്നത് കണ്ട കാണാൻ പറ്റുമല്ലോ. ഭയങ്കര വെയിലും കൂടെ ആയതുകൊണ്ട് അധികം കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഇത്രയും ഭാഗം ജടയാണ്. ജട സർപ്പം കണ്ട. ഇത് കൂടെ തന്നെ തൊട്ട് ബാക്കിലായിട്ട് കടലാണ്. കടല് കുറച്ചപ്പുറത്തായിട്ട് കണ്ട. കുറച്ച് ബാക്കിലായിട്ട് വിഴിഞ്ഞം തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖം. അവിടെ കപ്പലെടുത്തിട്ടുണ്ടായിരുന്നു സാധനം. കപ്പലിൽ ഇറക്കിയിട്ട് ഒരു കപ്പൽ പോയി, രണ്ടാമത്തെ കപ്പൽ വരുന്നുണ്ട്. തൊട്ട് ബാക്കിലൊരു കപ്പലുണ്ട്. 2 കപ്പലുണ്ട് അടുത്തിപ്പോൾ. തിരുവനന്തപുരം നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാൻ ശ്രമിക്കണം. വളരെ വളരെ കാണാൻ പറ്റിയ സ്ഥലമാണ്. സ്വപ്നം കാണുന്ന പോലെയാണ് തോന്നുന്നത്. ഇത് കാണുമ്പോൾ സ്വപ്നത്തിലുള്ളത് പോലെയാണ് തോന്നുന്നത്. എനിക്കും ഇതൊന്നും കാണാൻ പറ്റുന്നു വിചാരിച്ചതല്ല. നല്ല കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. ഭഗവാനിങ്ങനെ ഇരിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് പിടിച്ച് തന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇതിലൊന്ന് കാണാമല്ലോ. കാണാൻ പറ്റാത്ത ഭഗവാനെ നേരിട്ട് കാണാം. രണ്ട് കണ്ണും ശരിക്കും മിഴിച്ചിട്ടില്ല. ഒരു കണ്ണ് കുറച്ച് അടഞ്ഞിട്ട് ഒരു കണ്ണ് നല്ലപോലെ മിഴിച്ചിട്ടുണ്ട്. 3-ാം കണ്ണ് അടച്ചു വെച്ചിരിക്കുക തന്നെയാണ്. തൃക്കണ്ണ്, 3-ാം തൃക്കണ്ണ്. കുറേ കൊത്തുപണിയുള്ള അമ്പലങ്ങളും ഇവിടെയുണ്ട്. ഒരുപാട് കൊത്തുപണികളുടെ ചിത്രപ്പണികളുടെ അമ്പലങ്ങൾ.
എടുത്തു പറയാനുള്ളത് പാലാഴി കടഞ്ഞെടുക്കുന്നതാണ്. അതായത് ഒരു ഭാഗത്ത് പിന്നെ അസുരം മാറും, മറുഭാഗത്ത് ദേവന്മാരുമായിട്ടാണ് പാലാഴി കടയുന്നത്. വേണ്ട, ഈ ഭാഗത്ത് അസുരം മാറും, ഓപ്പോസിറ്റ് ദേവന്മാർ. അങ്ങനെ പാലാഴി കടയുന്ന ഒരു സീനും കൂടി ഇവിടെ കാണുന്നുണ്ട്. വളരെ വളരെ മനോഹരമാണ് കാണാൻ. ഇവിടെ ഒരുപാട് ജനങ്ങൾ വന്ന് കാണുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ